എന്തെല്ലാം ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഒരുപാട് പേര് കാണുമ്പോൾ പറയുന്നുണ്ട്, അഷ്റഫ് ഭായി എവിടെയെങ്കിലും ജോലി ചാൻസ് ഉണ്ടെങ്കിൽ പറയണേന്നൊക്കെ. എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ജോലി സാധ്യത ഇപ്പം വളരെ കുറവാണ്. ഏത് മേഖലയിൽ നോക്കിക്കഴിഞ്ഞാലും, ഏത് രാജ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാലും ജോലി സാധ്യത വളരെ കുറവാണ് കേട്ടോ. യുദ്ധം കാരണം പല കമ്പനികൾ വരെ അടക്കേണ്ട അവസ്ഥ വന്നു നിൽക്കുകയാണ്. കാരണം അവരുടെ സാധനങ്ങൾ കയറ്റി അയക്കാൻ പറ്റുന്നില്ല, സാധനം സ്റ്റോക്കാണ്. പുറം ലോകത്തേക്ക്, മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അത് കയറ്റി അയക്കാൻ പറ്റിയാലേ ഓരോ കമ്പനിയിലും പണി നടക്കും. പണി നടക്കുമ്പോഴേ പണിക്കാർക്ക് പണിയുണ്ടാവും, എന്നേരം അവർക്ക് ശമ്പളം കിട്ടും. അവരുടെ സാധനങ്ങൾ കയറിപ്പോകുമ്പോഴേ അവർക്ക് പൈസ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ പല കമ്പനികളൊക്കെ ശമ്പളം പോലും കൊടുക്കാനില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കാലമായി മാറുകയാണ് പ്രവാസ ലോകം. ഒരുപാട് പേര് ജോലി നഷ്ടപ്പെട്ടവരാണ് കേട്ടോ. ഇതൊന്നും ചിലപ്പോൾ നാട്ടിലുള്ളവരറിയില്ല. കാരണം അതിലേറെ ചെറിയ ശമ്പളത്തിനൊക്കെ പണിയെടുക്കുന്നവർക്ക് ഇന്ന് ജീവിക്കാനും ബുദ്ധിമുട്ടാണ്. കാരണം നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കയറി പോവുകയാണ് കേട്ടോ. എവിടം വരെ പോകും എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, അക്കരെ പച്ചയായിട്ട് ഇക്കരെ കാണുമ്പോൾ നമ്മൾ അക്കരെ ഇത് വേണ്ട നമുക്ക് വേറെ പോവാമെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ബുദ്ധിമുട്ടുന്നതിലും നല്ലത് ഇല്ല ജോലി ചെയ്ത് സുഖമായി ജീവിക്കുക. എല്ലാവരോടും പറയാനുള്ളത്, പ്രാർത്ഥിക്കണം കേട്ടോ. പഴയതുപോലെ തിരിച്ചു വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം ഇന്ന് കടൽ വഴി ഒരു സാധനങ്ങളും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നില്ല. വരുന്നത് തന്നെ കരമാർഗമാണ്. അതന്നെ കുറച്ച് സാധനങ്ങളെ വരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ച് പകുതിക്കായവരുണ്ട്. മക്കളെ കെട്ടിച്ച് കടം വീട്ടാനുള്ളവരുണ്ട്. വീട് പണി പകുതിയാക്കിയവരുണ്ട്, അത് പൂർത്തിയാക്കണമെന്ന് കരുതി നിൽക്കുന്നവരുണ്ട്. മകളെ കെട്ടിക്കാനുണ്ട്, എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അല്ലാഹു തആല പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. ബുദ്ധിമുട്ടുകളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടൊക്കെ ഞങ്ങളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ എൻ്റെ നാട്ടിലുള്ളവരോടും പറയുന്നത് എന്താണെന്നറിയാം, കഴിഞ്ഞ മാസമൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പൈസ അയച്ചു തന്നിട്ടുണ്ടാവും. ഈ മാസം പൈസ എന്തുകൊണ്ട് അയച്ചു തരാത്തത് എന്ന് ചോദിക്കുന്നതിന് നല്ലത് നിങ്ങൾ അവരോട് ചോദിക്കണം, എന്താണ് നിങ്ങളുടെ അവസ്ഥ, ജോലിയൊക്കെ ഉണ്ടോ, ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അല്ലാതെ കഴിഞ്ഞ മാസം 30 തന്ന്, അല്ലെങ്കിൽ 50 തന്ന്, അല്ലെങ്കിൽ 1,00,000 തന്ന് അതേ പൈസ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ആരും വാശി പിടിക്കരുത്. കാരണം പ്രവാസ ലോകത്ത് മാത്രമല്ല അതിൻ്റെ ബുദ്ധിമുട്ട്, നമ്മുടെ നാട്ടിൽ കേരളത്തിലും ഇന്ന് സാധനങ്ങൾക്കൊക്കെ റേറ്റ് കൂടി വരികയാണ്. അതിലേറെ നാട്ടിലുള്ളവർക്കും ജോലി കുറവാണ് കേട്ടോ. കാരണം പ്രവാസ ലോകത്തു നിന്ന് പോകുന്ന പണം കൊണ്ടാണ് നാട്ടിലോരോ മണിമാളികകളും. അത് പണിയുമ്പോൾ അതിലുള്ള പണിക്കാർക്കും, ഇലക്ട്രീഷ്യനാവട്ടെ, പടവുകാരനാവട്ടെ, തേപ്പുകാരനാവട്ടെ, അതുപോലെ എൻജിനീയർക്കാവട്ടെ എല്ലാം ജോലി വരുന്നത് കേട്ടോ. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത്, ദുആ ചെയ്യുക, ദുആയിൽ ഉൾപ്പെടുത്തുക. ബുദ്ധിമുട്ടുകളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും അല്ലാഹു തആല ഞങ്ങളെല്ലാവരും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ.